ഒരു പെണ്ണിന്റെ കോപാഗ്നിയിൽ വെന്ത് വെണ്ണീറായ ഒരു നാടിന്റെ കഥ, കണ്ണകിയുടെ പ്രതികാരത്തിന്റെ കഥ. ആ കഥ പറയാം. പുരാതന നഗരമായ മധുരയിൽ താമസിച്ചിരുന്ന അതിസുന്ദരിയായ കണ്ണകിയെ കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ വിവാഹം ചെയ്തു. കാവേരി പൂമ്പട്ടണമെന്ന നഗരത്തിൽ ഇരുവരും സുഖമായി ജീവിച്ചു. എന്നാൽ പിന്നീട് കോവലൻ മാധവി എന്ന നർത്തകിയുമായി അടുപ്പത്തിലായി. കണ്ണകിയെയും സ്വന്തം കുടുംബത്തെയും മറന്ന് തന്റെ സമ്പത്ത് മുഴുവൻ മാധവിക്കായി കോവലൻ ചിലവഴിച്ചു നശിപ്പിച്ചു. സമ്പത്ത് മുഴുവൻ തീർന്നപ്പോൾ കോവലൻ ദരിദ്രനായി മാറി. മാധവി അയാളെ തെരുവിലേക്കിറക്കിവിട്ടു. ഒടുവിൽ കോവലൻ തന്റെ തെറ്റു മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. പതിവ്രതയും പവിത്രയുമായ കണ്ണകി കോവലനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവർക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരികെ പിടിക്കാൻ കോവലൻ വ്യാപാരം തുടങ്ങാൻ തീരുമാനിച്ചു. അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു. കണ്ണകി സ്വമനസാലെ തന്റെ ചിലമ്പുകൾ കോവലന് നൽകി. ഈ ചിലമ്പുകൾ വിട്ട് പുതിയ ജീവിതം ആരംഭിക്കാൻ അവർ കാവേരി പട്ടണം വിട്ട് പാണ്ഡ്യ രാജധാനിയായ മധുരയിലേക്ക് യാത്ര തുടങ്ങി. മധുരയിലെത്തിയ കോവലൻ ചിലമ്പു വിൽക്കാൻ ഒരു തട്ടാനെ സമീപിച്ചു. പാണ്ഡ്യരാജാവായ നെടുംചിഴിയനായിരുന്നു ആ കാലത്ത് മധുര ഭരിച്ചിരുന്നത്. ഇതേ സമയത്ത് രാജ്ഞിയുടെ ഒരു ചിലമ്പ് കൊട്ടാരത്തിൽ നിന്നും മോഷണം പോയിരുന്നു. കണ്ണകിയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമുണ്ടായിരുന്ന ഈ ചിലമ്പുകളുടെ ഒരേ ഒരു വ്യത്യാസം, രാജ്ഞിയുടെ ചിലമ്പുകൾ മുത്തുകൾ കൊണ്ട് നിറച്ചതായിരുന്നെങ്കിൽ കണ്ണകിയുടേത് രത്നങ്ങൾ കൊണ്ട് നിറച്ചതായിരുന്നു. ചിലമ്പു കേൾക്കാൻ ചന്തയിൽ പോയ കോവലനെ കള്ളനെന്നു ധരിച്ച് രാജാവിന്റെ ഭടന്മാർ പിടികൂടി. കോവലനെ മോഷണക്കുറ്റമാരോപിച്ച് പാണ്ഡ്യരാജാവ് വധിച്ചു. ഇതറിഞ്ഞ കണ്ണകി രാജാവിന്റെ മുന്നിൽ കോവലന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ പാഞ്ഞെത്തി. രാജസദസ്സിലെത്തിയ കണ്ണകി കോവലന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തന്റെ കൈവശമുണ്ടായിരുന്ന രണ്ടാമത്തെ ചിലമ്പ് രാജാവിന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പ് നിലത്തു വീണുടഞ്ഞു. അതിൽ നിന്ന് വിലയേറിയ മാണിക്യരത്നങ്ങൾ ചിതറിവീണു. രാജ്ഞിയുടെ മോഷണം പോയ ചിലമ്പിൽ വെറും മുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് രാജാവിനും രാജ്ഞിക്കും മനസ്സിലായി. തങ്ങളുടെ തെറ്റിൽ പശ്ചാത്തപിച്ച് അവരിരുവരും തൽക്ഷണം മരണപ്പെട്ടു. ഭർത്താവിനെ നിരപരാധിയായി വധിച്ചതിലുള്ള കോപാഗ്നിയിൽ കണ്ണകി അടങ്ങിയില്ല. പ്രതികാരമൂർത്തിയായി മാറിയ അവൾ തന്റെ ഒരു മാറിട മറുത്തെറിഞ്ഞ് സംഹാരരുദ്രയായി മധുരാ നഗരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ നഗരം മുഴുവൻ വെന്ത് വെണ്ണീറാകട്ടെ എന്നവൾ ശപിച്ചു. കണ്ണകിയുടെ പാതിവൃത്യത്താൽ ആ ശാപം സത്യമായി. മധുരാ നഗരം തീയിൽ വെന്ത് വെണ്ണീറായി. കനത്ത ആൾനാശവും ധനനഷ്ടവുമുണ്ടായി.